മനുഷ്യ ജീവിതകാലത്ത് തലച്ചോർ 5 വ്യത്യസ്ത ദിശകളിലൂടെ കടന്നുപോകുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. 9, 32, 66, 83 വയസ്സുകളാണ് മസ്തിഷ്കത്തിന്റെ മാറ്റത്തിലെ ദശയിലെ നിർണായക പ്രായങ്ങൾ. തലച്ചോറിന്റെ കൗമാരം 32 വയസ്സുവരെ നീളുമെന്നും ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം പറയുന്നു. 90 വരെ പ്രായത്തിലുള്ള 4000-ഓളം പേരുടെ തലച്ചോർ സ്കാൻ ചെയ്ത് പഠിച്ചതിൽ നിന്നാണ് ഗവേഷകർക്ക് ഈ അറിവ് കിട്ടുന്നത്. ജീവിതയാത്രയിൽ ആർജിക്കുന്ന പുത്തൻ അറിവുകളോടും അനുഭവങ്ങളോടും പ്രതികരിച്ച മസ്തിഷ്കത്തിന് പതിവായി മാറ്റമുണ്ടാകുന്നു എന്ന് മുൻപേ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ജനനം മുതൽ മരണം വരെ ഒരൊഴുക്കിലുണ്ടാകുന്ന മാറ്റമല്ല അതെന്നും അതിന് കൃത്യമായ 5 ഘട്ടങ്ങളുണ്ടെന്നുമാണ് പുതിയ തിരിച്ചറിവ്. ആ ഘട്ടങ്ങളെ ശാസ്ത്രജ്ഞർ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ബാല്യം, ജനനം മുതൽ 9 വയസ്സ് വരെ. കൗമാരം, 9 മുതൽ 32 വരെ. യൗവനം, 32 മുതൽ 66 വരെ. വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ടം 66 മുതൽ 83 വരെ. വാർദ്ധക്യത്തിന്റെ അന്ത്യഘട്ടം 83 മുതൽ നീളുന്നു. ചിലരിൽ ഈ ഘട്ടങ്ങൾ ഇപ്പറഞ്ഞതിലും നേരത്തെയാകാം, ചിലരിൽ താമസിച്ചു. എന്നാൽ ഈ ഘട്ടങ്ങൾക്കിടയിലാണ് മാറ്റം വ്യക്തമായി പ്രകടമാകുന്നതെന്നതാണ് ഗവേഷകരെ അതിശയിപ്പിച്ചത്. ബാല്യം, അതായത് ജനനം മുതൽ 9 വയസ്സുവരെയുള്ള സമയത്ത് തലച്ചോറിന് വലിപ്പം വയ്ക്കുന്നതും ജീവിതത്തിന്റെ തുടക്കത്തിൽ വളരെ അധികമായി രൂപം കൊണ്ട സ്നാപ്സസ് എന്ന് വിളിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ നേർത്തുവരുന്നതും ഇക്കാലത്താണ്. ഈ ഘട്ടത്തിൽ തലച്ചോറിന്റെ കാര്യക്ഷമത കുറവായിരിക്കും. പ്രത്യേക ലക്ഷ്യമില്ലാതെ പാർക്കിൽ തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു കുട്ടിയെപ്പോലെയായിരിക്കും തലച്ചോറിന്റെ പ്രവർത്തനം. കൗമാരത്തിൽ തലച്ചോറിൽ കാര്യമായ മാറ്റം വരുന്ന ഘട്ടമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഘട്ടവും. തലച്ചോറിലെ ന്യൂറോൺ ശൃംഖലകൾ കൂടുതൽ ക്ഷമതയാർജിക്കുന്ന ഏക ഘട്ടം ഇതാണ്. 9 മുതൽ 32 വയസ്സുവരെയുള്ള ഈ കാലത്ത് തലച്ചോർ കൗമാരത്തിൽ തന്നെ നിലകൊള്ളുമെന്ന് ഗവേഷകർ പറയുന്നു. യൗവനഘട്ടത്തിൽ കൗമാരത്തിലേതിനേക്കാൾ സാവധാനമാണ് തലച്ചോറിന്റെ മാറ്റം. തലച്ചോറിന്റെ ക്ഷമതയിലുള്ള മികവ് കുറഞ്ഞു തുടങ്ങുന്ന ഘട്ടമാണിത്. വ്യക്തിയുടെ ബുദ്ധിശക്തിയും വ്യക്തിത്വവും അനുസരിച്ച് ഈ മാറ്റവും വ്യത്യാസപ്പെട്ടിരിക്കും. വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ടമായ 66-ാം വയസ്സിൽ തലച്ചോർ ക്ഷീണിച്ചു തുടങ്ങുമെങ്കിലും മാറ്റം പെട്ടെന്നുണ്ടാകില്ല. അതിലെ ന്യൂറോൺ ബന്ധങ്ങളിൽ പടിപടിയായി മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. സ്മൃതിനാശം, രക്താതിസമ്മർദ്ദം തുടങ്ങിയവ തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘട്ടവും ഇതാണ്. വാർദ്ധക്യത്തിന്റെ അന്ത്യഘട്ടത്തിൽ ആദ്യഘട്ടത്തേതിന് സമാനമായ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുക, പക്ഷേ ഇത് കൂടുതൽ പ്രകടമായിരിക്കും. മാനസിക വെല്ലുവിളികൾ, സ്മൃതിനാശം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മസ്തിഷ്കം വെവ്വേറെ പഠിച്ചിട്ടില്ല എന്ന ന്യൂനത കൂടി ഈ പഠനത്തിലുണ്ട്. അതിനാൽ തന്നെ ആർത്തവ വിരാമം മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഇനിയും അജ്ഞാതമാണ്.